ഹലോ അസ്സലാമലൈക്കും. വാലൈക്കും സലാം. അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് അൽഹംദുലില്ലാ. എന്താ മോനെ അവിടുത്തെ വിവരം? നല്ല വർത്താനോ. ഞാൻ ഇപ്പാന്റെ ഫോണിൽ വിളിച്ചിരുന്നല്ലോ, പകന്ത് കിട്ടാഞ്ഞ്? ആടാ ഇപ്പൊ ഫോണേ ഇന്റെയൊക്കെയാണ്. ഇന്റെ ഫോണ് തിരുമണ കല്ലിന്റെ അവിടെ വെച്ചിട്ടേ മഴ നനഞ്ഞ അപ്പൊ ഞാൻ ഇന്റെ സിം എടുത്ത് ഇപ്പാന്റെ ഫോണിൽ കിട്ടുന്നു. അത് ഇപ്പാക്ക് ആവശ്യമില്ലേ? ഇപ്പാക്ക് ഇപ്പൊ അങ്ങനെ അധികം ആരും വിളിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ആവശ്യമുള്ള ഒരു ഇതിക്ക് വിളിച്ചോട്ടെ. ആ പിന്നെ ഞാൻ നാളെ വരികട്ടാ. അതെ, ആ എപ്പഴാ മട്ടി വരുന്നേ? ഞാൻ നാളെ ഒരു 10 മണിയാകുമ്പോ അവിടെ ഇറങ്ങും. എവിടക്ക വരുന്നേ? കൊച്ചിയിലാണോ? അതെ, ഇനി ഇപ്പാനോട് എങ്ങനെ കാര്യങ്ങൾ പറയാ? അത് ഞാൻ പറയാ. ആ താത്തടെ? ഇത്താത്ത ഇവിടെ ഉണ്ട്, കുളിക്കാണ്. ആ അക്കുവോ? അക്കുതാ ഇവിടെ ഉണ്ട്. അക്കുനോടുത്താ? നാളെ വരിക. ഹലോ കാക്ക, നാളെ വരികയല്ലേ? ആ ആടാ, നാളെ ഞാൻ വരികയാണ്. ഇതൊക്കെ കൊണ്ടുവരാൻ മാട്ടാ. ഞാൻ കൊണ്ടുവരാൻ വരാം. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ? അതൊക്കെ വാങ്ങിക്കണ്. എന്നാ ഈ കൊണ്ടുവരാൻ വരട്ടാ. എന്നാ നോക്കൊന്ന് കൊടുത്താ. ഞാൻ കൊടുക്കാം. ഇതമ്മ ഞാൻ വരട്ടെ കൊണ്ടുവരാന്. എന്തേ? നിങ്ങള് 10 മണിയൊക്കെ ആവുമ്പത്തിന് എയർപോർട്ട് ചെയ്തിട്ടാ. ആയിക്കോട്ടെ. എല്ലാരും പോര്. പിന്നെ ഇത് വല്യമ്മക്കുള്ള ബ്ലാങ്കറ്റ് അടിച്ചില്ലേ? അതൊക്കെ മേടിച്ചിക്കണ്. നിങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങി, ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, ഞങ്ങള് വരുന്നുണ്ട്. ആ ഏയ്, നാളെ ചെക്കൻ വരിട്ട് എത്ര? നമ്മടെ കുട്ടിയാ? പിന്നെ വേറെ ആരും കുട്ടിയുണ്ട് വരാള്? എപ്പോഴാണ് വരുന്നത്? അതൊന്നും ഇപ്പൊ അറിയില്ല. നാളെ വരുന്നുണ്ട്. നാളെ കുട്ടി വരുമ്പോഴേക്ക് എന്തേലൊക്കെ നല്ലത് തിന്നാണ്ടാക്കണ്ടേ? നാളെ കാക്ക വരുത്തരാ. ഞമ്മളോട് 10 മണിക്ക് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞിരിക്കണേ. 10 മണിക്കാണ് വരുന്നേ? അതെ. എന്നിട്ടെന്തോ ഓള് സമയം അറിയില്ല പറഞ്ഞു. ചിലപ്പോ ഓളോട് പറഞ്ഞിണ്ടാവില്ല സമയം, അതേക്കാരം. പിന്നെ അവിടെ 10 മണിക്കാണ് എയർപോർട്ടിൽ ഇറങ്ങുക. അപ്പൊ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഉച്ചാവും. അപ്പൊ എന്തേലൊക്കെ നല്ലത് തിന്നാണ്ടാക്കണ്ടേ? പിന്നെ എന്താ കൊണ്ടുവരണ്ട്? അപ്പോഴത്തിന് ആരപ്പ നിങ്ങളോട് വന്നിട്ട് 10 മണി അറിഞ്ഞു വളർത്തിയത്? നിങ്ങള് അറബിവരയില് കൊണ്ടുപോരി വന്നിരുന്നതിനല്ല. ഓനെ അവിടെ ഓഫീസിലാണ്. ഓന് ഞങ്ങൾക്ക് നല്ല തിന്നാനൊക്കെ മേടിച്ചെന്നിട്ട് ഞങ്ങളെ കൊണ്ടുവരുള്ളൂ. നിങ്ങളെ വിളിച്ചു വരുമ്പോഴല്ലേ ഇവിടെ പെരയിൽ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നിങ്ങളെ വിളിക്കാൻ വരണമെങ്കിൽ. അതൊക്കെ മാറി. ഇനി വൈകുന്നേരത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കാം. ഈ കൊണ്ടുപോരുള്ള ഇത്ര കാലം ഒരു സുഖമായിട്ട് ജീവിച്ചേ, എന്നിട്ടിപ്പോ കൊണ്ടുപോരേന് കുറ്റം. എന്താണ് നോക്കിക്കണ്? പോയി വണ്ടി കയറിക്കൂടി നേരെ കൊറേ. ഇപ്പൊ ഇവിടുത്തെ കഴിഞ്ഞില്ലേ? ആ വണ്ടി ചാവിടിച്ചിട്ടൊന്ന് വേണം വായോ. എന്തൊരുങ്ങലടങ്ങള് പോലെ കഴിഞ്ഞില്ലേ? ബ്ലോക്ക് ഉണ്ടാവും, വേഗം ഇറങ്ങാൻ പറയും. എല്ലാം നിങ്ങളിപ്പോ എവിടെ അണിഞ്ഞൊരുങ്ങിട്ട് വണ്ടി കയറിക്കണ്? ഇറങ്ങിക്കാണ്. ഓന് വിളിക്കാൻ പോണ്ടേ? അത് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പെങ്ങളൊന്നും വരില്ല. നിങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിലേ നല്ല പോലെ വണ്ടിയിൽ ഒരു പാട്ട് വെക്കാൻ പറ്റൂല. ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിലോ നല്ലതൊന്നും തിന്നാട്ടില്ല. അത് തിന്നണ്ട, അത് തിന്നണ്ട, അങ്ങനെ എങ്ങനെയാ ഇങ്ങോട്ട് പോന്നാന്? നിങ്ങൾക്കിവിടെ ഉണ്ടാക്കി വെച്ചിട്ടാ ഞങ്ങൾ പോയി തരാം. ഇത്രയും കാലം നോക്കി ഉണ്ടാക്കിയൊക്കെ വെറുതെ ആയി. ഇപ്പൊ നമ്മളാർക്കും വേണ്ട. അത് തെണ്ടാൻ പോയിണ്ടാവും. അതിന് വേറെന്താ പണി? വല്യമാനത്ത് പോയിക്കട്ടാ എന്നും ചോദിക്കും എന്റെ അമ്മ എന്റെ കൂട്ടോ. അന്റെ ചെറുപ്പത്തിൽ അത്രയും ഇടങ്ങറായിക്കണ് നോക്കാം എന്റെ അമ്മ. ആദ്യേ എന്റെ ഉപ്പാനൊന്ന് കാണട്ടെ ഞാന്, എന്നിട്ട് മതി വല്യമ്മാനും വല്യപ്പാനൊക്കെ കാണാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എപ്പോഴെന്റെ കുട്ടി എത്തിയത്? ഞാൻ കുറച്ചേരായി. ഇന്നെ കൊണ്ടുവരാനെ വരാൻ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. ഇപ്പൊ അവിടെ ഞങ്ങളെ നോക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്ന് ഇപ്പഴാ മനസ്സിലായി. അതൊന്നും സാരില്ലടാ, എനിക്കെങ്കിലും മനസ്സിലായല്ലോ. പിന്നെ ഓഫീസിലായിട്ട് പോലും
ഇപ്പൊ നല്ല കഷ്ടപ്പാടാ. അപ്പൊ ഇപ്പൊ അറബി വീട്ടിൽ നിന്നിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും സാരല്ലടാ, അതൊക്കെ കഴിഞ്ഞില്ലേ. അത് കേറിക്കൂട്. ഇപ്പൊ വണ്ടി കയറിക്കാ. എവിടേക്കാണ്? ഓരൊക്കെ നല്ല ഭക്ഷണം കഴിച്ചു. ഇപ്പൊ മാത്രമേ കഴിക്കാത്തുള്ളൂ. ഇപ്പൊ കയറിക്കാ. അതൊന്നും വേണ്ട. അത് കുഴപ്പമില്ല. ഇനി ആ ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പെര കയറണുള്ളൂ. ഇപ്പൊ കേറി. എന്താണ് ഈ കുട്ടിയുടെ ഒരു കാര്യം?